ഹായ്, ഞാൻ ശ്രീറാം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്തുകൊണ്ടാണ് 2025 നമ്മൾ പൈത്തൺ പഠിക്കേണ്ടത്. അത് പൈത്തൺ 2025 പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെല്ലാം സോൾവ് ചെയ്യാനാണ് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനം ഞാൻ ഈ പൈത്തണിൻ്റെ കംപ്ലീറ്റ് നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം പൈത്തൺ നമുക്ക് ഒരുമിച്ച് ലേൺ ചെയ്ത് തുടങ്ങാം. സോ എന്തുകൊണ്ടാണ് പൈത്തൺ? എന്താണ് പൈത്തൺ? പൈത്തൺ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് C++, ജാവ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുണ്ട്. എന്തിനാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്നത്? നമ്മളിന്ന് കാണുന്ന വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കേണ്ടത് നമ്മൾ IT ഒരു കരിയർ ലക്ഷ്യമിടുന്ന ആരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് പൈത്തൺ തന്നെ ഞാൻ ഊന്നി പറയുന്നത്? ഇപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ഞാൻ വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ നാസയും നെറ്റ്ഫ്ലിക്സും ഗൂഗിളും ഇവരൊക്കെ വലിയ വലിയ കമ്പനീസ് അല്ലേ. ഇവരെല്ലാം അവരുടെ പ്രോഡക്ട്സ് അവതരിപ്പിക്കുന്നതും അവരുടെ ഇന്റേണൽ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യുന്നതെല്ലാം പൈത്തൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇവരെല്ലാം പൈത്തൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് കമ്പനീസ് പൈത്തൺ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ ആക്ച്വലി എളുപ്പം ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇത് പവർഫുൾ ആണ്. പണ്ടൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഇറ്റ്സ് പവർഫുൾ. അപ്പം ഇത് പവർഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പവർഫുൾ എന്ന് പറയാൻ കാരണം നമ്മളിപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, അതേപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഇതെല്ലാം നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം പൈത്തൺ യൂസ് ചെയ്തിട്ട് ഇത്തരത്തിൽ അഡ്വാൻസ് കൺസെപ്റ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈവൻ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, നമുക്ക് വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ പൈത്തണിൽ ഫ്രെയിം വർക്കുകൾ അവൈലബിൾ ആണ്. ജാങ്കോ, ഫ്ലാസ്ക് പോലുള്ള ഫ്രെയിം വർക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ഇത്രയും വെറൈറ്റി ഓഫ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇതിലെല്ലാം വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിനെല്ലാം എന്ത് വേണ്ടി വരും? പൈത്തൺ പഠിച്ച ഒരാളുടെ ആവശ്യം ഉണ്ടായിരിക്കും, ഒരു പൈത്തൺ ഡെവലപ്പറുടെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ പൈത്തൺ ഡെവലപ്പേഴ്സിൻ്റെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ഈ പൈത്തൺ ഡെവലപ്പേഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ എന്തുണ്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ടുണ്ട്. പക്ഷെ എന്താ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് പേര് പൈത്തൺ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലെങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പൈത്തൺ പഠിച്ച് എങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആവാം, അതിനകത്ത് എങ്ങനെ ഒരു പടി മുന്നിൽ നിൽക്കാം? അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈത്തൺ പഠിച്ചു എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്ത് നല്ല പ്രോജക്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. നല്ല പ്രോജക്റ്റുകൾ ചെയ്ത് അത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് നല്ലൊരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് നിങ്ങളുടെ റിക്രൂട്ടേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പൈത്തൺ എവിടെ നിന്ന് പഠിക്കാം? നമ്മുടെ യൂട്യൂബിൽ തന്നെ പൈത്തൻ്റെ ഫ്രീ സീരീസ് അവൈലബിൾ ആണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കണം. അഫ്കോഴ്സ് അതിനകത്ത് വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ പ്രോജക്റ്റുകൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ഗൈഡൻസോടുകൂടി ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഒരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് വേണം. നിങ്ങളുടെ ഇൻ്റർവ്യൂസ്, മോക്ക് ഇൻ്റർവ്യൂസ് വേണം. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രിയിൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് വിത്ത് ജാങ്കോ ഫുൾ സ്റ്റാക്ക് കോഴ്സ് അവൈലബിൾ ആണ്. അതായത് പൈത്തണിൻ്റെ ബേസിക്സ് ടു അഡ്വാൻസ് നമ്മൾ ഇതിൽ കവർ ചെയ്യും. പ്ലസ് അതിൻ്റെ ഒപ്പം ജാങ്കോ എന്ന് പറയുന്ന ഒരു പവർഫുൾ ഫ്രെയിം വർക്ക് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകാൻ വേണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇപ്പം വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ, കാരണം ഇപ്പോഴത്തെ വെബ്സൈറ്റുകളൊക്കെ പവേർഡ് ആണ്. നമുക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മെഷീൻ ലേണിംഗ് അതിൻ്റെ ഒപ്പം പഠിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് മെഷീൻ ലേണിംഗ് എനേബിൾഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. കാരണം ഒരു ക്ലയൻറ്റ് ഒരു കമ്പനിക്ക്, TCS ഇൻഫോസിസ് പോലെ ഒരു കമ്പനിക്ക് ഒരു റിക്വയർമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്കത് കിട്ടുന്നത് ആക്ച്വലി ഒരു വെബ്സൈറ്റിൻ്റെ രൂപത്തിലായിരിക്കും. എങ്ങനെയാണെങ്കിലും, കാരണം പവേർഡ് ആണെങ്കിലും മെഷീൻ ലേണിംഗ് അതിനകത്ത് ഉണ്ടെങ്കിലും കമ്പനി അത് ഒരു ക്ലയൻറ്റ് സൈഡിലേക്ക് അത് വർക്ക് ആവുന്നത് എങ്ങനെയാണ്? ഒരു വെബ്സൈറ്റ് രൂപത്തിലോ ഒരു ആപ്പ് രൂപത്തിലായിരിക്കും. അപ്പം ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കൺസേൺ ആയിരിക്കണം. അതറിയുക എന്നുള്ളത് നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു സ്കില്ലാണ്. ആ എൻഡ് പ്രോഡക്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അത്രയും സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പം ഒരു ഫുൾ സ്റ്റാക്ക്, പൈത്തണിൽ ഒരു ഫുൾ സ്റ്റാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഇവിടെ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ആൻഡ് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എൻട്രിയിൽ ഇപ്പോൾ എഡ്യൂഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കോഴ്സുകളും വളരെ ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെയുള്ള ലിങ്കിൽ കയറി കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കോളൂ. താങ്ക് യു.